ഇടത് സർക്കാരിനെ സംഘപരിവാർ താൽപര്യമുള്ളവരെന്ന് ആരോപണം ഉന്നയിച്ച വി.ഡി. സതീശൻ ഭരിക്കുമ്പോൾ വന്ദേമാതരം മുഴുവൻ ആലപിക്കാൻ ഉത്തരവിടുന്നു. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ സവർക്കർ മഹാനായി മാറുന്നു. സംഘപരിവാർ താൽപര്യങ്ങളെ എതിർക്കുന്നതിൽ UDF സർക്കാരിന് ഇരട്ടത്താപ്പോ എന്നതാണ് ചോദ്യം. ജനങ്ങളോട് ഞങ്ങൾ ഈ ചോദ്യം ചോദിച്ചു. പ്രതികരണങ്ങളിലേക്ക് പോകാം. ഒരു വശത്ത് സ്വാതന്ത്ര്യ സമരാഘോഷങ്ങളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്നുള്ള കേന്ദ്ര നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ്. മറുവശത്ത് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഫ്രീഡം ക്വിസിൽ വി.ഡി. സവർക്കറെ പുകഴ്ത്തിക്കൊണ്ടുള്ള ചോദ്യോത്തരം. ഈ രണ്ട് വിഷയങ്ങളാണ് ഇന്ന് രാഷ്ട്രീയ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയപരമായും ചരിത്രപരമായും വലിയ വിയോജിപ്പുള്ള ഈ രണ്ട് വിഷയങ്ങളിൽ എന്താണ് സർക്കാർ നിലപാട്? സർക്കാർ ഇതിലൊരു രാഷ്ട്രീയ ഇരട്ടത്താപ്പുണ്ടോ, അതോ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾ മാത്രമോ? ജനങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നതെന്ന് കേട്ടുവരാം. ദേശീയഗാനം ജനഗണമന പോലെ തന്നെ നമ്മൾ തുല്യ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് വന്ദേമാതരം. ആ വന്ദേമാതരത്തിലെ വരികളെല്ലാം വളരെ അർത്ഥവത്തായ വരികളാണ്. ഒരു ഭാരതീയ എന്ന നിലയ്ക്ക് ആ വന്ദേമാതരം ചൊല്ലുന്നതിൽ എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. ഇയാൾക്ക് വി.ഡി. സതീശന് ഇഷ്ടമുള്ള കാര്യം നടത്തിയെന്നുള്ളൂ. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ നയങ്ങളും ചെറിയ ചെറിയ രൂപത്തിൽ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. ഇതൊക്കെ വളരെ ചെറിയതാണ്. ഇതിനെക്കാട്ടും വലിയ വലിയ കാര്യങ്ങൾ ബി ജെ പി ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ഈ വി.ഡി. സതീശൻ കേരളത്തിലെ ജനങ്ങളെ തലയിൽ കെട്ടിയിരിപ്പിക്കും. സംസ്ഥാന സർക്കാർ ചില കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ ഇതായിട്ട് വരും അല്ലേ? കാരണം അവരുടെ ഒരുപാട് ആനുകൂല്യങ്ങൾ വെച്ചിട്ടല്ലേ ഇപ്പം നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നു എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ ഇതിൽ വരും അതിൻ്റെ പോരായ്മകൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവരിക. കുട്ടികളെ പാഠ്യപദ്ധതി തീരുമാനിക്കേണ്ടത് കരിക്കുളം കമ്മിറ്റിയല്ലേ? ആ കരിക്കുളം കമ്മിറ്റിൻ്റെ തീരുമാന പ്രകാരമാണോ ഇപ്പോൾ സർക്കുലർ പുറത്തേക്ക് വരുന്നത്? അല്ല BJPക്ക് അനുകൂലമായ നിലപാട്, അല്ലെ RSSൻ്റെ അനുകൂലമായ നിലപാട്. വന്ദേമാതരം എന്ന് പറഞ്ഞാൽ അത് അവരുടെ തീരുമാനമാണ്, RSSൻ്റെ അജണ്ടയാണത്. ഇവരിപ്പം BJPക്ക് കടന്നു വരാനുള്ള വഴിയൊരുക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ. വന്ദേമാതരം എന്ന വാക്ക് ഒരു സംസ്കൃത പദമാണ്. ഒരു മിനിറ്റ്, ഒരു സംസ്കൃത പദമാണ്. ആ വാക്കിൽ മറ്റുള്ള മതങ്ങളെ ദുർവിനിയോഗം ചെയ്യുന്നുണ്ട് എന്ന ആ തെറ്റിദ്ധാരണ ഇതിനെതിരെ പ്രതികരിക്കുന്നവർ ആദ്യം മാറ്റിയെടുക്കണം. എന്താണ് വന്ദേമാതരം എന്ന് മനസ്സിലാക്കാതെ വന്ദേമാതരത്തെ പറ്റി തെറ്റായി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം.